കോട്ടയം പാലാ നഗരസഭയിൽ സ്വതന്ത്ര മായ രാഹുൽ ചെയർപേഴ്സൺ. LDF പിന്തുണയോടുകൂടിയാണ് മായ രാഹുലിന്റെ വിജയം. 10-നെതിരെ 16 വോട്ടുകൾക്കായിരുന്നു വിജയം. തോൽവിക്ക് പിന്നാലെ UDF സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു. ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 6 മാസത്തിനിടയിൽ 2ാം തവണയാണ് മായ രാഹുൽ പാലാ നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആദ്യം വൈസ് ചെയർപേഴ്സണായും ഇപ്പോൾ ചെയർപേഴ്സണായും. ആദ്യം UDF പിന്തുണയോടെയും ഇപ്പോൾ LDF പിന്തുണയോടുകൂടിയാണ് മായയുടെ വിജയം. അവിശ്വാസവും കാലുവാരലും കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള കേസും തുടങ്ങി നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് മായ രാഹുൽ ചെയർപേഴ്സണായത്. പാലായുടെ നല്ല കാലത്തിന് വേണ്ടിയുള്ള വിജയമാണിതെന്ന് മായ രാഹുൽ. നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ വേണ്ടി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാൻ, ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവാൻ, അതിനാണല്ലോ നമ്മളിവിടെ ഇലക്റ്റഡ് ആയത്. തോൽവിക്ക് പിന്നാലെ UDF കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു. അതിൽ കേവല സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, വ്യക്തി താല്പര്യത്തിനു വേണ്ടി ഒരു കൂട്ടായ്മയെ ചതിച്ച് പോയ ഒരു സംവിധാനം. ജനാധിപത്യപരമായി ആ ഒരു വിജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും രാഷ്ട്രീയപരമായി അവരുടെ വിജയത്തെ അംഗീകരിക്കാൻ ഞങ്ങൾക്കോ പാലായിലെ ജനങ്ങൾക്കോ UDFിലെ വിശ്വസിക്കുന്നവർക്കോ സാധിക്കത്തില്ല. നീതിയുടെ വിജയമാണ് ഉണ്ടായതെന്നാണ് LDFന്റെ പ്രതികരണം. ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ 17 പേര് പങ്കെടുത്തു. അതിന്റെ ഒരു വിജയം. മായ രാഹുൽ ചെയർപേഴ്സൺ ആയതോടെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്ന ഒഴിവിൽ ദിവസങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പുണ്ടാകും. കാലുവാരിയ കൗൺസിലർമാർക്കെതിരെ UDF കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേസ് നൽകിയിട്ടുണ്ട്. കേസിൽ അയോഗ്യത വന്നാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് പാലാ നഗരസഭയിൽ കളമൊരുങ്ങും. റിപ്പോർട്ടർ, കോട്ടയം.